നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിലോട്ട് പോയിട്ടുണ്ടാവും. സാർ ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണ്, പറഞ്ഞോളൂ. ഓഡിബിൾ ആണ്, ഓക്കെ. അപ്പൊ സ്കൂളിലോട്ട് പോയ കുഞ്ഞുങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഈ ദിവസങ്ങളിലൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പൊ അതില് ഓൾറെഡി 2 മാസത്തെ വെക്കേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അതുപോലെ പുതിയ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഒരു 4 വയസ്സൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അമ്മമാരുടെ ഒരു കെയറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അല്ലെ? അപ്പൊ അതിനുശേഷം സ്കൂളിലോട്ട് പോകുമ്പോൾ ഒത്തിരി അമ്മമാർക്ക് ടെൻഷൻ ഉണ്ടാകും. എന്തൊക്കെ ഭക്ഷണങ്ങൾ കൊടുക്കുക, നമ്മൾ കൊടുത്തു വിടുന്ന ഫുഡ് കഴിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് അത് കഴിപ്പിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ പോഷകമുള്ള ഭക്ഷണമാണോ, കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ കൊടുത്തു വിടാം, ഇങ്ങനെ ഒത്തിരി സംശയങ്ങളുള്ള അമ്മമാരൊക്കെ ഉണ്ടാകും. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ശരിയായ ഒരു ന്യൂട്രീഷൻ എങ്ങനെ കൊടുക്കാം എന്നതിനെ പറ്റിയാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. എന്തിനാണ് നമ്മൾ ന്യൂട്രീഷൻ ഉള്ള ഫുഡ് കൊടുക്കണം എന്ന് പറയുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അമ്മമാരൊക്കെ ഭക്ഷണങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ടാവും അല്ലെ? രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ടൊക്കെ ഭക്ഷണങ്ങൾ കൊടുക്കുന്നുണ്ടാവും. പക്ഷെ ആ കൊടുക്കുന്നത് ഭക്ഷണമാണോ അതോ ഒരു പോഷകമാണോ എന്നുള്ള കാര്യം നമ്മൾ ആദ്യം തിരിച്ചറിയണം. ഇപ്പൊ എന്തിനാണ് നമ്മൾ പോഷണം അടങ്ങിയ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ പോഷകങ്ങളുള്ള ആഹാരങ്ങൾ കൊടുക്കണം എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു വളർച്ച ഹെൽത്തി ആകാൻ വേണ്ടിയിട്ടാണ്. കാരണം അവരുടെ ഒരു ഏജിനനുസരിച്ച് അവരുടെ ശരീരം മാത്രമല്ല, ശരീരവും മനസ്സും ഒരുപോലെ വളരണം. അപ്പൊ അവരുടെ ഒരു കുഞ്ഞൊരു 10 വയസ്സുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ഒരു പക്വതയും കാണിക്കണം, അതിൻ്റെതായ ഒരു ഹൈറ്റും വെയിറ്റും ഒക്കെ ഉണ്ടാകണം. അപ്പം ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്തി ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോഷകം അടങ്ങിയ ഭക്ഷണം കൊടുക്കണമെന്ന് പറയാനുള്ള ഒരു റീസൺ. അതുപോലെ തന്നെ അവരുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുവാനായിട്ട്. കാരണം കൂടുതൽ കുഞ്ഞുങ്ങൾ സ്കൂളിലോട്ടൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും അവർക്ക് ജലദോഷം, പനി, ചുമ അങ്ങനെയുള്ള കൂടെയുള്ള ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പോൾ ക്ലാസ്സുകൾ ഒത്തിരി മിസ്സാകും. അപ്പൊ അതോർത്ത് നമ്മുടെ പേരൻസിന് ഒരുപാട് ടെൻഷൻ ഉണ്ടാകും. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ശരിക്കും ശ്രദ്ധിക്കാൻ പറ്റാതെ വരിക, അപ്പൊ ഈ വയറിളക്കം കാര്യങ്ങൾ വരിക. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പം അതൊക്കെ അവരുടെ ഇമ്മ്യൂണിറ്റീനെ കാര്യമായിട്ട് തന്നെ ബാധിക്കും. അപ്പൊ നമുക്ക് ഈ പോഷകമുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കൊടുക്കണം, കറക്റ്റ് ആയിട്ടുള്ള ന്യൂട്രീഷൻ ചെല്ലണം എന്ന് പറയുന്നതിന്റെ മറ്റൊരു റീസൺ അവർക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കുക, അവരുടെ ഇമ്മ്യൂണിറ്റി കൂട്ടുക എന്നുള്ളതാണ്. കൂടാതെ അവരുടെ സ്കൂളിലെ ആക്ടിവിറ്റീസിൽ അല്ലെങ്കിൽ ഇവർ മോർണിംഗിൽ സ്കൂളിലോട്ട് പോയി അവിടെ ചെന്നവർ ക്ഷീണിച്ച് അവരുടെ കിടക്കാതെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവർ സ്കൂളിലാണ് ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ അവർ സ്പെൻഡ് ചെയ്യുന്ന ടൈം അവരുടെ ടീച്ചേഴ്സിന്റെ കൂടെ, മറ്റ് ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെയാണ്. അപ്പൊ ആ ഒരു ടൈമിൽ അവർക്ക് അവരുടെ എനർജി ത്രൂ ഔട്ട് കറക്റ്റ് ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും മാത്രം കഴിച്ചാൽ പോരാ, കറക്റ്റ് ആയിട്ടുള്ള ആഹാരങ്ങൾ എത്രത്തോളം കഴിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അവർക്ക് കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു എനർജി ലെവൽ അവർക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ അവരുടെ ഒരു ഗ്രോത്ത് പീരീഡ് ആണിത്. അവരുടെ ശരീരത്തിൽ ഓരോ അവയവങ്ങളും മെച്ചുവർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് ഈ സ്കൂളിൽ പോകുന്ന ആ ടൈം എന്ന് പറയുന്നത്. ഏകദേശം ഒരു 18 വയസ്സിനുള്ളിൽ നമ്മുടെ എല്ലാ 18 കൂടി പോയി 21 വയസ്സ് ബോയ്സിനൊക്കെ ആണെങ്കിൽ അവരുടെ ഹൈറ്റും കാര്യങ്ങളൊക്കെ, അപ്പൊ മറ്റു ഓർഗൻസും ഒക്കെ മെച്ചുവർ ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈമിൽ കറക്റ്റ് ആയിട്ടുള്ള പോഷകം ചെന്നാൽ മാത്രമേ അതിന്റെ ഒരു ഡെവലപ്മെന്റ് കറക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. അപ്പൊ അതുപോലെ തന്നെയാണ് അവർക്ക് മസില് അല്ലെങ്കിൽ ബോൺസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളത്. കാരണം പിന്നീട് അങ്ങോട്ട് അവർക്ക് ആ ഒരു ബലമുള്ള സ്ട്രോങ് മസിലൊക്കെ ആണെങ്കിൽ മാത്രമാണ് അവർക്ക് കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് ശരിയായ രീതിയിൽ ഓടുവാനും കളിക്കുവാനും ഒക്കെ പറ്റത്തുള്ളൂ. കൂടാതെ അവർക്ക് ഒബേസിറ്റി വരുന്നത് കുറയ്ക്കാൻ പറ്റും. ഇന്നിപ്പോ ചൈൽഡ്ഹുഡ് ഒബേസിറ്റി വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈമിൽ നമുക്ക് നല്ലൊരു മസിലുള്ള കുഞ്ഞുങ്ങളാണ്, അല്ലെങ്കിൽ അവരുടെ എല്ലുകൾക്കൊക്കെ നല്ല ബലം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ അവർക്ക് ഫ്യൂച്ചറിലാണെങ്കിൽ ഒരു ഒബേസിറ്റിന് തടയാൻ പറ്റും. കാരണം അവരുടെ മസിൽ, അവർ കഴിക്കുന്ന എനർജി മസിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒബേസിറ്റി നിരക്ക് കുറയും. അബ്ഡോമിനൽ ഒബേസിറ്റി, ചെറിയ കുഞ്ഞു കൊടവയറ് ചാടുന്നതും അങ്ങനെയുള്ള ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ മാറാനായിട്ട് അവർക്ക് സാധിക്കും. അതുപോലെ തന്നെ അവരുടെ ടീത്ത്, ഈ പല്ലുകളൊക്കെ പോയിട്ട് പുതിയ പല്ലുകളൊക്കെ വരുന്ന ഒരു സ്റ്റേജാണ് ഈ ഒരു 5 വയസ്സിന് ശേഷമുള്ള ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന പല്ലുകൾ സ്ട്രോങ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒരു പല്ലുകൾ വരത്തില്ല. പിന്നീട് ആ ഓരോ വന്ന പുതിയ പല്ലുകൾ നശിച്ചു പോകത്തേ ഉള്ളൂ. അപ്പൊ ആ ഉണ്ടാകുന്ന ടീത്ത് ജീവിതകാലം മുഴുവൻ നമുക്ക് ഉണ്ടെങ്കിലാണ് നമ്മൾ വീണ്ടും നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ അതിന് ടേസ്റ്റ് അറിയാനായിട്ടും ചവച്ച് കഴിക്കാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പൊ ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോൺസിനും മസിൽസിനും ടീത്തിന്റെ ഡെവലപ്മെന്റ് ഒക്കെ ഈ ടൈമിലാണ് നടക്കുന്നത്. അപ്പൊ ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻ ചെല്ലുവാണെങ്കിൽ അതിന്റെ ഒരു ഗ്രോത്തും വളരെ ഹെൽത്തി ആയിട്ടിരിക്കും. കൂടാതെ അവരുടെ ബ്രെയിൻ ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്യുന്ന ഒരു ടൈമാണ്. ഒരു 5-6 വയസ്സിലൊക്കെ അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് നടക്കുന്ന ഒരു സ്റ്റേജിലാണ്. അപ്പൊ
അപ്പൊ ആ ഒരു ടൈമിൽ നമുക്കിടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും വൈറ്റമിൻസും മിനറൽസും ഒക്കെ കറക്റ്റ് ആയിട്ട് ചെന്നാൽ മാത്രമേ ആ ഒരു ബ്രെയിൻ ഡെവലപ്മെന്റ് അവർക്ക് പ്രോപ്പർ ആയിട്ട് നടക്കത്തുള്ളൂ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ ചില കുട്ടികൾക്ക് പഠനത്തിലായിരിക്കില്ല മികവ് വരുന്നത്, വേറെ എന്തെങ്കിലും എക്സ്ട്രാ ആക്ടിവിറ്റീസിലൊക്കെ ആയിരിക്കും, ഡാൻസ്, പാട്ട്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാനും അങ്ങനെയുള്ള ജോലികളൊക്കെ ആയിരിക്കും. അപ്പൊ ആ ഒരു കുഞ്ഞുങ്ങള് ആ ചെയ്യുന്ന കാര്യങ്ങൾ പ്രോപ്പർ ആകണമെങ്കിൽ പഠനത്തിൽ മാത്രമല്ല, അപ്പൊ അതിനും ഈ പറയുന്ന ഭക്ഷണങ്ങൾ ഒരുപാട് സഹായിക്കുന്നുണ്ട്. പിന്നെ മറ്റുള്ളവരുമായിട്ടൊരു സാമൂഹികമായിട്ട് പൊതുവായിട്ടൊക്കെ ആ കുഞ്ഞുങ്ങൾ മിങ്കിൾ ചെയ്യും. അപ്പൊ അവരുമായിട്ട് എങ്ങനെ ഒരു സംസാരിക്കണം, അതല്ലെങ്കിൽ എങ്ങനെ ഒരു സെൽഫ് കോൺഫിഡൻസ് വളർത്തിയെടുക്കുക എന്നൊക്കെ അവര് കൂടുതലായിട്ട് ചിന്തിക്കുന്ന ഒരു ടൈമും, അതുപോലെ തന്നെ ഇമോഷണൽ ഹെൽത്ത്, നമ്മളൊക്കെ നമ്മുടെ വീട്ടിലുള്ളവരെയൊക്കെ വിട്ടിട്ട് സ്കൂളിലോട്ടൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവർക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാകും കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും. അപ്പൊ അവർക്ക് അവരുടെ ആ ഒരു ഇമോഷണലിനെ അവർക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഹാപ്പി ആയിട്ടിരിക്കാനുള്ള ഹോർമോണൊക്കെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകും. അപ്പൊ ആ ഹോർമോണിന്റെ ഒക്കെ പ്രൊഡക്ഷൻ കറക്റ്റ് ആയിട്ട് വരുമ്പോൾ കുഞ്ഞുങ്ങളുടെ ആ ഒരു ഇമോഷനെ അവർക്ക് കൺട്രോൾ ചെയ്ത് പോകാനും അവരുടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ന്യൂട്രീഷൻ നമ്മൾ കൊടുക്കണം, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ഭക്ഷണം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം എന്ന് പറയുന്നതിന്റെ കാരണങ്ങൾ. ഇനി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ട്. ഒത്തിരി പോഷകാഹാര കുറവ് മൂലം ഉണ്ടാകുന്ന ഡെഫിഷ്യൻസീസ് ആണ്. അപ്പൊ അത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ അമ്മമാര് അല്ലെങ്കിൽ വീട്ടിലെ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് അമ്മമാരായിരിക്കും കുഞ്ഞുങ്ങളെ കൂടുതലും കെയർ ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്, എന്തൊക്കെ പോഷകങ്ങളായിരിക്കും എന്റെ കുഞ്ഞിന് കുറവുണ്ടാകുക എന്നുള്ളത് നമ്മൾ ആദ്യം അത് തിരിച്ചറിയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അയൺ ഡെഫിഷ്യൻസി ഉണ്ടാകാറുണ്ട്, അതുപോലെ സിങ്കിന്റെ, കാൽഷ്യത്തിന്റെ, വൈറ്റമിൻ ഡെഫിഷ്യൻസി, വൈറ്റമിൻ B12, അതുപോലെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി, പ്രോട്ടീൻ ഡെഫിഷ്യൻസി, ഫൈബർ ഡെഫിഷ്യൻസി, ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന കുറവുകളാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ നമ്മൾ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ്. ഇനി എങ്ങനെ നമുക്ക് ഇതിനെ തിരിച്ചറിയാം? ഇപ്പൊ എന്റെ കുഞ്ഞിന് ഒരു അയൺ ഡെഫിഷ്യൻസി ഉണ്ട്, എന്റെ കുഞ്ഞിന് ശരിയായ രീതിയിൽ ഭക്ഷണത്തിലൂടെ അയൺ അല്ലെങ്കിൽ ബ്ലഡ് പ്രോപ്പറായിട്ട് HB ലെവൽ കുഞ്ഞിന് കുറവാണെന്നുള്ളത് ഒരു അമ്മയ്ക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതിനെ പറ്റി നമുക്ക് നോക്കാം. അയൺ ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ HB ലെവൽ എപ്പോഴും കുറവായിരിക്കും കുഞ്ഞുങ്ങൾക്ക്. അപ്പൊ അത് ക്ഷീണമുണ്ടോ കുഞ്ഞുങ്ങള്, നമ്മൾ അടുത്ത് വരുമ്പോൾ കുഞ്ഞുങ്ങൾ എപ്പോഴും ക്ഷീണിച്ചാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ പഠനത്തിൽ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, എപ്പോഴും അവർക്ക് ഒരു ഓടി നടന്ന് കളിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ടയേർഡ് ആകുന്നു, അല്ലെങ്കിൽ ഒരു ശ്വാസം മുട്ടുന്ന പോലെ, ഉറക്കം കറക്റ്റ് ആകുന്നില്ല, പഠനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെറിയ സിംറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ ഒരു HB ലെവലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം അല്ലെങ്കിൽ അവരുടെ മുഖത്തൊക്കെ ചെറിയ ചെറിയ പാടുകൾ കാണുക, അല്ലെങ്കിൽ കണ്ണിന്റെ അകത്ത് ചെറിയ വിളറിയ ഒരു അവസ്ഥ കാണുക, ഇതൊക്കെ അയൺ ഡെഫിഷ്യൻസി ഉള്ള കുട്ടികൾ കാണുന്ന സിംറ്റംസ് ആണ്. പ്രത്യേകിച്ച് ഒരു 70% കൂടുതൽ നമ്മുടെ ഇന്ത്യയിൽ കുട്ടികൾക്ക് അയൺ ഡെഫിഷ്യൻസി ഉണ്ടെന്നാണ് സ്റ്റഡീസ് കാണിക്കുന്നത്. അതിന് കാരണം അവർക്ക് കൂടുതൽ ജങ്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴേക്കും അതിന്റെ അയണിന്റെ അബ്സോർപ്ഷനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ബോഡിയിൽ നമ്മൾ ബാക്കി നോർമൽ ഫുഡ് കഴിക്കുന്നതിലും കൂടുതൽ ഈ പറഞ്ഞ ഫാസ്റ്റ് ഫുഡൊക്കെ എടുക്കുന്ന കുട്ടികളിലാണ് കൂടുതൽ അയൺ ഡെഫിഷ്യൻസി കണ്ടുവരുന്നത്. പിന്നെ കൂടുതൽ അയൺ ഡെഫിഷ്യൻസി കാണുന്നത് പെൺകുട്ടികളിലാണ്. ഇപ്പൊ പീരിയഡ്സ് ടൈമിലും ഒക്കെ നോർമൽ ബ്ലീഡിങ്ങിനെ കഴിഞ്ഞ് കൂടുതൽ, അല്ലെങ്കിൽ നോർമൽ ഡേയ്സ് ഒരു 3 days 4 daysലാണ് നോർമൽ പീരിയഡ്സ് എങ്കിൽ അതിലും കൂടുതൽ ദിവസം ബ്ലഡ് ഫ്ലോ ഉള്ള പെൺകുട്ടികളിൽ അയൺ ഡെഫിഷ്യൻസി വരാം. അതല്ല ഇപ്പൊ നേരത്തെ മെൻസ്ട്രുവൽ സൈക്കിൾ ആകുന്ന പെൺകുട്ടികളുണ്ട്, ഏകദേശം ഒരു 4ാം ക്ലാസ് കഴിയുമ്പോൾ 9-10 വയസ്സിലൊക്കെ നേരത്തെ പീരിയഡ്സ് ആകുന്ന ഒരു ഇത് ഇപ്പൊ കണ്ടുവരുന്നുണ്ട് പ്രവണത. കാരണം അതിന് റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ടുള്ള അമിത വണ്ണമൊക്കെ ഉള്ള പെൺകുട്ടികളിലാണ്, അവരുടെ ഹോർമോൺ ചേഞ്ചസ് ഒക്കെ കൊണ്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ളവരിലും അയൺ ഡെഫിഷ്യൻസി ഉണ്ട്. അപ്പൊ കൂടുതലും പെൺകുട്ടികളിൽ ഒരു ടീനേജ് പ്രായം ഒരു 9 വയസ്സ് 10 വയസ്സിന് മുകളിലോട്ട് ഏകദേശം ഒരു 15 വയസ്സൊക്കെ ഉള്ള പെൺകുട്ടികളെ നമ്മൾ ഇടയ്ക്ക് ഒരു HB ലെവലൊക്കെ ഒന്ന് അമ്മമാർ ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും, അയൺ ഡെഫിഷ്യൻസി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം തിരിച്ചറിയാനായിട്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ B12, ഒരുപാട് കുട്ടികൾ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ആയിട്ട് നമ്മുടെ അടുത്ത് വരാറുണ്ട്. കാരണം അവർക്ക് നേരത്തെ മുടി കൊഴിയുക, അതല്ലെങ്കിൽ മുടി നരയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ വൈറ്റമിൻ B12 ചെക്ക് ചെയ്യുമ്പോൾ അത് കുറവായിരിക്കും. അപ്പൊ വൈറ്റമിൻ B12 കുറവാണെങ്കിൽ അവർക്ക് ചുമന്ന രക്താണുക്കൾ ഉണ്ടാക്കുന്നത് ബോഡി കുറവായിരിക്കും. അപ്പൊ അതും അയണുമായിട്ടെല്ലാം റിലേറ്റഡ് ആണ്. അപ്പൊ ഇതിന്റെ എല്ലാ സിംറ്റംസും ഒരുപോലെ തന്നെയായിരിക്കും ഏകദേശം. ഈ വൈറ്റമിൻ B12 കുറവുള്ളവർക്കാണെങ്കിൽ കൈകാലുകൾക്കൊക്കെ മരവിപ്പ് തോന്നിക്കുക, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂറോളജിക്കൽ പ്രശ്നമായിട്ട് വരാതെ, അതുപോലെ അവർക്ക് ഇടയ്ക്ക് ഈ ക്ഷീണം വരിക, വയറിളകുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരും. എപ്പോഴും ഒരു ക്ഷീണമായിരിക്കും. അപ്പൊ അതും ഇവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനെ ബാധിക്കാനായിട്ട്
ഒരു ഘടകമാണ് വൈറ്റമിൻ B12 കുറഞ്ഞു നിൽക്കുക എന്നുള്ളത്. അതുപോലെ കൂടുതലായിട്ട് കണ്ടുവരുന്ന മറ്റൊരു ഡെഫിഷ്യൻസി ഞാൻ പറഞ്ഞു, ഫൈബർ ഡെഫിഷ്യൻസി വരാറുണ്ട്. ഫൈബർ ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ആവശ്യത്തിന് പഴങ്ങളും പച്ചക്കറികളും കഴിക്കാതെ വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണത് ഫൈബർ ഡെഫിഷ്യൻസി. അപ്പൊ ഫൈബർ ആവശ്യത്തിന് ചെല്ലുന്നില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് മോശം പോകുന്നത് കറക്റ്റ് ആയിരിക്കത്തില്ല. അവർക്ക് റെഗുലറായിട്ട് മോശം കുഞ്ഞുങ്ങൾക്ക് പോകണം. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് റെഗുലറായിട്ട് മോശം പോകണം. ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്കൊരു വയറിന് എപ്പോഴും ഒരു ഡിസ്കംഫർട്ട് ആയിരിക്കും. ഇപ്പൊ മോർണിംഗിൽ മോശം പോകാതെ സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ, ടോയ്ലറ്റിൽ പോകാതെ പോയാൽ അവർക്ക് അന്നത്തെ ദിവസം മുഴുവനും ഒരു ടയർഡ്നെസ് തോന്നും. അതല്ലെങ്കിൽ ഒരു വയറിനൊരു ബുദ്ധിമുട്ടായിരിക്കും. വയറെപ്പോഴും ഫില്ലായി നിൽക്കുക. അപ്പൊ അതുപോലെ ഉച്ചയ്ക്ക് കൊടുത്തു വിടുന്ന ഫുഡ് അവർക്ക് കഴിക്കാൻ പറ്റത്തില്ല. അതുപോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക. കാരണം അവരുടെ വയറിന് ഒരു സുഖമില്ല എന്ന് പറയും. വിശപ്പില്ലാതെ ഫീഡ് ചെയ്യുക അവർക്ക്. അപ്പൊ ഈ ഫൈബർ കറക്റ്റ് ആയിട്ട് ചെല്ലുവാണെങ്കിൽ അവർക്ക് റെഗുലറായിട്ട് മോശം പോകുന്നത് കറക്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഈ ചില കുട്ടികളുണ്ട് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ തന്നെ മോശം പോകണം. IBS എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം എന്ന് പറയുന്നത്. എപ്പോഴും എന്ത് ഭക്ഷണം കഴിച്ചു അപ്പോഴൊക്കെ മോശം പോകാൻ തോന്നുന്ന ടെൻഡൻസി. ഇതൊക്കെ അവരുടെ ഗട്ട് ഹെൽത്ത് ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ്. അവരുടെ കുടലിന്റെ ആരോഗ്യം, കുഞ്ഞുങ്ങളുടെ കുടലിന്റെ ആരോഗ്യം കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ മോശം കറക്റ്റ് ആയിട്ട് പോകത്തില്ല. അതുപോലെ മൗത്ത് അൾസർ, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും വായിൽ പുണ്ണ് വരാനുള്ള സാധ്യത ഉണ്ടാകും. അപ്പൊ അങ്ങ് വായിൽ പുണ്ണ് വരുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഫൈബർ ഡെഫിഷ്യൻസി ആകാം, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ആകാം, നമുക്ക് അറിയത്തില്ല, അത് ചെക്ക് ചെയ്യണം. അപ്പൊ ഫൈബറിന്റെ ഒരു അഭാവം മൂലമാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പഴങ്ങളും പച്ചക്കറികളും കൂടുതൽ കഴിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം അവരുടെ കുടലിന്റെ ആരോഗ്യം, കുടല് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഗട്ടും ബ്രെയിനും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഗട്ടും ബ്രെയിനും തമ്മിലുള്ള റിലേഷൻ ഉള്ളത് കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുടലിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, വയറിനോ കുടലിനോ സംബന്ധമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ആ ഒരു മൂഡ് ചേഞ്ചസ് വരും. കാരണം നമ്മൾ ഹാപ്പിനെസ് തരുന്ന ഹോർമോണൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ കുടലിൽ നിന്നൊക്കെയാണ്. അപ്പൊ ആ ഒരു നമ്മുടെ ബ്രെയിൻ നല്ലപോലെ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുടല് കറക്റ്റ് ആക്കാൻ നോക്കണം, അല്ലെങ്കിൽ നമ്മുടെ അവരുടെ സ്റ്റൊമക്ക്. അപ്പൊ അതിന് കുഞ്ഞുങ്ങളെ കൊണ്ട് ധാരാളം പഴങ്ങളും പച്ചക്കറികളും ഒക്കെ നമ്മൾ കഴിപ്പിക്കണം. അതുപോലെ കണ്ടുവരുന്ന ഒരു മറ്റൊരു ഇതാണ് സിങ്ക് ഡെഫിഷ്യൻസി വരുന്നുണ്ട് കുഞ്ഞുങ്ങളിൽ. അപ്പം സിങ്ക് ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വരേണ്ട ഒരു മിനറലാണ് സിങ്ക് എന്ന് പറയുന്നത്. കാരണം അവരുടെ ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മിനറലാണ്. അതുപോലെ ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് സിങ്ക് ഡെഫിഷ്യൻസി ഉള്ള കുഞ്ഞുങ്ങളിൽ കൂടുതലായിട്ടും അവർക്ക് ഭക്ഷണത്തിന് ടേസ്റ്റ് ഇല്ല, അതല്ലെങ്കിൽ സ്മെല്ല് അറിയത്തില്ല, ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ കാണാറുണ്ട്. കുഞ്ഞുങ്ങൾക്ക് എന്ത് കൊടുത്താലും പറയും ടേസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ സ്മെല്ലില്ലെന്ന് പറയും. അവർക്ക് അത് അറിയാൻ പറ്റുന്നുണ്ടാവില്ല. അതല്ലെങ്കിൽ അവരുടെ സ്കിന്നൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡ്രൈ സ്കിന്നായിട്ട് ചെതുമ്പൽ പോലെയൊക്കെ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വയറിളക്കം വരിക, കൂടെ ഇൻഫെക്ഷൻസ് വരുന്നുണ്ട്, പനി ജലദോഷം വരുന്നുണ്ട്, ഇതൊക്കെ അവരുടെ സ്കൂൾ ലൈഫിനെ അത് കാര്യമായിട്ട് തന്നെ ബാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സിങ്ക് ഡെഫിഷ്യൻസി ആണോ, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ആണോ എന്നൊക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് കറക്റ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഉള്ളത് വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി വരാം. വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി വരുന്നത് അവർക്ക് എപ്പോഴും നോക്കുക, പിള്ളേരെ ഡ്രൈ സ്കിൻ ആണോ എന്ന് നോക്കുക. അതുപോലെ ഈ അയൺ കറക്റ്റ് ആകണം എന്നുണ്ടെങ്കിൽ, അയൺ നമ്മളിപ്പോൾ എത്ര കഴിച്ചു എന്ന് പറഞ്ഞാലും HB കുറവുള്ള കുട്ടികളിലൊക്കെ അയൺ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ നമ്മൾ വൈറ്റമിൻ സിയും കൂടെ കൊടുക്കണം അവർക്ക്. എന്നാലേ അവർക്ക് അതിന്റെ ഒരു അയൺ അബ്സോർബ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ എന്തെങ്കിലും മുറിവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉണങ്ങുന്നില്ലെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സിയുടെ പ്രശ്നമാകാം. അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി, നമ്മൾ കോവിഡ് കാലമൊക്കെ വന്നപ്പോൾ നമ്മൾ അധികം നാരങ്ങ കഴിക്കണം, അതല്ലെങ്കിൽ പുളിയുള്ള സാധനങ്ങളൊക്കെ കഴിക്കാൻ പറഞ്ഞായിരുന്നു. കോവിഡിന്റെ സമയത്ത് ഇമ്മ്യൂണിറ്റി കൂടാൻ വേണ്ടിയിട്ടാണ്, അതൊക്കെ എപ്പോഴും വേണം. അപ്പൊ നമ്മൾ ഇമ്മ്യൂണിറ്റി കൂടാൻ വേണ്ടി പിള്ളേർക്ക് നാരങ്ങ അല്ലെങ്കിൽ ഓറഞ്ച്, നെല്ലിക്ക പോലുള്ള വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുന്നത് എപ്പോഴും വളരെ നല്ലതായിരിക്കും. ഇതുപോലെ കുഞ്ഞുങ്ങളിൽ കാണുന്ന മറ്റൊരു ഭയങ്കര വലിയ ഡെഫിഷ്യൻസിയാണ് കാൽഷ്യം ഡെഫിഷ്യൻസി. ഏകദേശം ഒരു 60%-70% മുകളിൽ കുഞ്ഞുങ്ങളിൽ ഇന്ത്യയിൽ കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. കാരണം രാത്രി കാലങ്ങളിൽ കിടക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കാലുകൾക്ക് വേദന പറയുക, കാലിൽ മസിൽ കയറുക, അല്ലെങ്കിൽ ഒരുപാട് നേരം കളിക്കാൻ പറ്റാതെ വരിക. ഇപ്പൊ എന്ത് കളിക്കാൻ വിട്ടാലും, ഇപ്പൊ നീന്താൻ വിട്ടു, അതല്ലെങ്കിൽ പുറത്ത് ഔട്ട്ഡോർ ആക്ടിവിറ്റീസിന് വിട്ടാലും പെട്ടെന്ന് അവര് കാല് വേദനയാന്ന് പറയുക, കുഴയുക, ഉപ്പൂറ്റി വേദന പറയുക, അതല്ലെങ്കിൽ അവരുടെ പല്ല് എപ്പോഴും കേടാവുക. ഇപ്പൊ ഒരു നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയ ഒരു ഡെന്റൽ ക്ലിനിക്കിൽ ചെന്നാൽ ഏറ്റവും കൂടുതൽ കാണുന്ന അമ്മമാര് കുഞ്ഞുങ്ങളെ ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഒരു 5 വയസ്സ് 6 വയസ്സ് 7 വയസ്സിലൊക്കെ പഴയ പല്ല് പോയിട്ട് പുതിയ പല്ല് വരുമ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലിനിക്കിലെ അമ്മമാര് വന്നിരിക്കുന്നത്. കാരണം ആ കുഞ്ഞുങ്ങളുടെ പല്ല് കേടാണ്, അല്ലെങ്കിൽ എപ്പോഴും വേദന പറയുക, പുളിപ്പുരസം തോന്നുക, ഇതൊക്കെ അവരുടെ
ഹെൽത്ത് ഓരോ ദിവസം ചെല്ലും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് അവരുടെ തുടക്ക സ്റ്റേജ് ആണ്. ഇനി അങ്ങോട്ട് ലൈഫ് കടക്കുന്നതേ ഉള്ളൂ. അപ്പൊ ആ ഒരു ഫ്രണ്ടിലോട്ട് കടക്കുമ്പോഴത്തേക്കും ഒരു 50 വയസ്സ് അതല്ലെങ്കിൽ ഒരു 30 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും പല്ലൊക്കെ ഏകദേശം തീരുമാനമാകും. അപ്പൊ ഇപ്പൊ ഒരു സ്കൂളിൽ നമ്മൾ ചെന്നിട്ട് കുഞ്ഞുങ്ങളുടെ പല്ലിന്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ മിക്ക കുട്ടികളുടെയും പല്ല് അടച്ചു വെച്ചിരിക്കുകയാണ്, റൂട്ട് കനാൽ ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ടീത്ത് അവർക്ക് ചിലപ്പോൾ ഉണ്ടാവുക. അപ്പൊ ഇതിനൊക്കെ കാരണം കാൽഷ്യത്തിന്റെ ഒരു ഡെഫിഷ്യൻസിയാണ്. അപ്പൊ കാൽഷ്യം പ്രോപ്പറായിട്ട് നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ചെയ്യണമെങ്കിൽ വൈറ്റമിൻ ഡി വേണം. വൈറ്റമിൻ ഡി ഇന്ന് കുഞ്ഞുങ്ങളിൽ വളരെയധികം കുറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഇത് സൺലൈറ്റ് കൂടുതൽ നമുക്ക് കിട്ടുന്നില്ല. കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിലും രാവിലെ എണീക്കുന്നു, രാവിലത്തെ വെയില് കാര്യങ്ങളൊന്നും കൊള്ളുന്നില്ല, സ്കൂൾ ബസ്സിൽ കയറി പോകുന്നു, തിരിച്ചു വരുന്നു, വൈകിട്ടും വെയിലൊന്നും കൊള്ളുന്നില്ല, നേരെ റൂമിൽ കയറുന്നു, ഡോർ അടയ്ക്കുന്നു. അപ്പൊ നമ്മുടെ ആ ഒരു വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി വരാം. ഓക്കെ, അപ്പൊ അതുപോലെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരുമ്പോൾ കാൽഷ്യം ഡെഫിഷ്യൻസി വരാം. വൈറ്റമിൻ ഡി കുറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ക്ഷീണമായിരിക്കും കുഞ്ഞുങ്ങൾക്ക്, മൂഡ് സ്വിംഗ് ഉണ്ടാകാം, അതുപോലെ മസിൽ ക്രാംസ് ഉണ്ടാകാം, ഭയങ്കര ക്ഷീണം വരിക. അപ്പൊ ഈ മൂഡ് ചേഞ്ചസ് വരുമ്പോൾ പിള്ളേർക്കൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ദേഷ്യം, അരിശം, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവരുടെ വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ കാൽഷ്യത്തിന്റെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരെ ഒന്ന് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ ഉറപ്പായിട്ടും കാൽഷ്യം ഡെഫിഷ്യൻസി അവർക്ക് ഉണ്ടാകും. അപ്പൊ അവരുടെ ഫുഡിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത്. അപ്പൊ ഇതുപോലെ ഒരുപാടുണ്ട്. ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി, മഗ്നീഷ്യം, പ്രോട്ടീൻ ഡെഫിഷ്യൻസി വരുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക്. പ്രോട്ടീൻ ഡെഫിഷ്യൻസി വരുമ്പോഴേക്ക് നമ്മുടെ അടുത്ത് ചില കുട്ടികൾ വരുമ്പോൾ അവർക്ക് ഹെയർ ലോസ് വരുന്നുണ്ട്. ഹെയർ ലോസ് വരിക, അതല്ലെങ്കിൽ അവരുടെ നെയിലിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നോക്കുക, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവർക്ക് കറക്റ്റ് വെയിറ്റിനനുസരിച്ചുള്ള ഹൈറ്റ് കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ വളരെ തിന്നായിട്ടിരിക്കുക. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവർക്ക് പ്രോട്ടീൻ അഭാവമായിരിക്കും. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ കൂടുതൽ നോൺ വെജോ അതല്ലെങ്കിൽ വെജിറ്റേറിയൻ ആയിട്ടുള്ള പനീർ, പ്രോട്ടീൻ സോഴ്സസ് ഉണ്ട്, നട്ട്സ് ഐറ്റംസ്, ഇതൊന്നും കഴിക്കുന്നല്ലാത്ത കുഞ്ഞുങ്ങളുണ്ടാകും. എന്തെങ്കിലും വിശപ്പിനുള്ളത് കഴിക്കുക, വേറെ മറ്റു കറികളും കാര്യങ്ങളൊന്നും എടുക്കാതെ വരുമ്പോൾ ഒക്കെ പ്രോട്ടീൻ ഡെഫിഷ്യൻസി വരാം. അപ്പൊ ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തെ കാര്യമായിട്ട് ബാധിക്കും. പ്രോട്ടീൻ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മസിൽസ് സ്ട്രോങ് ആകത്തുള്ളൂ. കാൽഷ്യത്തിനോടൊപ്പം തന്നെ വൈറ്റമിൻ ഡിയുടെ ഒപ്പം തന്നെ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു പോഷകമാണ് പ്രോട്ടീൻ. അപ്പൊ നമ്മൾ ഭക്ഷണത്തിന്റെ അകത്ത് എല്ലാ ആഹാരങ്ങളും ഉൾപ്പെടുത്തിയാൽ മാത്രമേ ഇതെല്ലാം നമുക്ക് ബാലൻസ് ആയിട്ട് നിൽക്കത്തുള്ളൂ. അപ്പൊ ഇന്ന ഭക്ഷണം ഇന്ന രോഗത്തിന് കഴിക്കണം നമുക്ക് കോമൺ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. എല്ലാ ഭക്ഷണങ്ങളും കഴിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഒരു ഡെഫിഷ്യൻസിയും വരാതെ ഫ്രണ്ടിലോട്ട് പോകാനായിട്ട് പറ്റും. ഇനി കൂടുതൽ ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട്, അയൺ കുറവാണ്, അല്ലെങ്കിൽ വൈറ്റമിൻ B12 കുറവാണ്, ഇനിയിപ്പോ നമ്മൾ അങ്ങനെ ഉണ്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെതായ സപ്ലിമെന്റ്സും കാര്യങ്ങളും കൊടുത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ നോക്കും. അപ്പൊ അത് അമ്മമാർ ആദ്യം തിരിച്ചറിയുക, എന്റെ കുഞ്ഞുങ്ങൾക്ക് ക്ഷീണോ കാര്യങ്ങളുണ്ടോ, ഈ പറഞ്ഞ പോലെ വയറിളക്കം ഉണ്ടോ, കൂടെ ഇൻഫെക്ഷൻസ് വരുന്നുണ്ടോ, പനി വരുന്നുണ്ടോ, അതല്ലെങ്കിൽ സ്കൂളിൽ പോകാനായിട്ടുള്ള മടി കാണിക്കുന്നു, അതല്ലെങ്കിൽ അവരുടെ ഹെയർ അത്ര ഹെൽത്തി അല്ല, അപ്പൊ ഇങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, രാത്രി കാലങ്ങളിൽ കാല് വേദന പറയുക, ഇപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഡെഫിഷ്യൻസി ഉണ്ട് എന്നുള്ള കാര്യം അമ്മമാര് തിരിച്ചറിയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എന്തുകൊണ്ടാണ് ഈ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി നമുക്ക് വരുന്നതിന് കാരണം? എന്തെങ്കിലും വെറുതെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഒരിക്കലും വരത്തില്ല. പോഷകാഹാര കുറവുണ്ട് കുഞ്ഞുങ്ങൾക്ക്, അതുകൊണ്ടാണ് ആ ഒരു കുറവ് ഉള്ളത് കൊണ്ടാണ് അവർക്കത് ഡെഫിഷ്യൻസി ആയിട്ട് വരുന്നത്. അതിന്റെ പ്രധാന കാരണം ജങ്ക് ഫുഡാണ്. നേരത്തെയൊക്കെ നമ്മൾ പറയുമായിരുന്നു മാൽന്യൂട്രീഷൻ ഉണ്ടാകാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് കാരണം ഭക്ഷണം കറക്റ്റായിട്ട് കിട്ടുന്നില്ല, അതല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലൊക്കെ ദാരിദ്ര്യമാണ് അല്ല. അപ്പൊ ആ ഒരു ഭക്ഷണം കറക്റ്റായിട്ട് അമ്മമാർക്ക് മേടിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ പേരൻസിന് മേടിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല, ഒരു ഫിനാൻഷ്യൽ പ്രശ്നമാണ് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പൊ അതിലും കൂടുതൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് ചോദിച്ചാലും കൊടുക്കുന്ന പേരൻസ് ആണ് നമ്മളെല്ലാവരും. പണ്ടൊക്കെ നമ്മൾ പുറത്തുപോയി ഫുഡ് കഴിക്കുന്നത് നമ്മുടെയൊക്കെ പേരൻസ് ഇപ്പൊ ഒരു 70 വയസ്സ് അതിൽ 50 വയസ്സൊക്കെ ഉള്ള ആൾക്കാരോട് പുറത്തു പോയി നിങ്ങൾ പണ്ട് ഫുഡ് കഴിച്ചിരുന്നോ എന്ന് ചോദിച്ചവർ പറയും വർഷത്തിൽ ഒരു പ്രാവശ്യം വല്ലതും കിട്ടിയാ കിട്ടി, അത്രേ ഉള്ളൂ. പക്ഷെ അതേസമയം ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എന്ത് ചോദിച്ചാലും മേടിച്ചു കൊടുക്കും. ഇപ്പൊ രാവിലത്തെ ഫുഡ് നമ്മൾ സ്കൂളിൽ പോയി ഒരു സർവേ എടുത്തപ്പോൾ ആ കുഞ്ഞുങ്ങളോട് ചോദിച്ചു നിങ്ങൾ രാവിലെ എന്താ കഴിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഫുഡ് ഓർഡർ ചെയ്യുവാന്ന്, അമ്മ ഓർഡർ ചെയ്യുവാന്ന് പറഞ്ഞു. അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് ഫുഡ് ഓർഡർ ചെയ്താണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. അപ്പൊ ഇത് കൂടാതെ ഫാസ്റ്റ് ഫുഡ് കൂടുതലായിട്ട് ഉപയോഗിക്കുക, ബേക്കറി ഐറ്റംസ്, ചോക്ലേറ്റ്, അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഈ മധുരമുള്ള പാനീയങ്ങളൊക്കെ കൂടുതലൊക്കെ കഴിക്കുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾ ഒബേസിറ്റി ലെവലിലോട്ട് പോകും. അപ്പൊ അവർക്ക് ശരിയായിട്ടുള്ള പോഷണമൊന്നും ഇപ്പൊ നമ്മുടെ പറഞ്ഞ പോലെ പഴങ്ങള്, പച്ചക്കറികള്, വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളൊന്നും കിട്ടാതെ വരുമ്പോൾ അവർ നേരെ ഒബേസിറ്റിയിലോട്ടാണ് പോകുന്നത്. അപ്പൊ കുഞ്ഞുങ്ങളുടെ ഒരു ഒബേസിറ്റി റേറ്റ് എടുക്കുവാണെങ്കിൽ ഈ പറഞ്ഞ ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന ദൂഷ്യങ്ങളാണ് ഇപ്പൊ കാണുന്നത്. ഒബേസിറ്റി ഉണ്ടാകും. നമ്മുടെ ഇന്ത്യയില്
ഒബേസിറ്റി നിരക്ക് എടുക്കുവാണെങ്കിൽ വളരെ ഹൈ ആയിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ സെക്കൻഡ് പൊസിഷനിലാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ ഇന്ത്യ 2ാം സ്ഥാനത്താന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, അധികം വർഷങ്ങൾ കഴിയുന്നതിന്റെ ഇപ്പുറം തന്നെ നമ്മൾ 1ാം സ്ഥാനത്തോട്ട് തന്നെ എത്തും. അപ്പൊ അത്രയും കുഞ്ഞുങ്ങളിൽ ഒബേസിറ്റി കൂടി നിൽക്കുവാണ്. അപ്പൊ ഈ ഒബേസിറ്റി വന്നു കഴിയുമ്പോൾ പിന്നെ അവർക്ക് ഈ പറഞ്ഞ നോർമൽ ഫുഡ് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർക്ക് ടേസ്റ്റ് കിട്ടിയിരിക്കുന്നത് ഈ ജങ്ക് ഫുഡിൽ നിന്നാണ്. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി വരാനുള്ള ഒരു കാരണമാണ്. അപ്പൊ അതുപോലെ ഈ പറഞ്ഞ പോലെ ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ് കഴിക്കുന്ന കുട്ടികൾ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് കൊളസ്ട്രോൾ ലെവൽ ഹൈ ആയിട്ടിരിക്കുക. നമ്മുടെ അടുത്ത് ഒബേസിറ്റി ഉള്ള കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കാണുന്നതാണ് കൊളസ്ട്രോൾ ലെവൽ ഹൈ ആയിട്ടിരിക്കുന്ന ഒരു പ്രവണത. അതല്ലെങ്കിൽ അവർക്ക് ആസിഡിറ്റി ഉണ്ടാകുന്നു, ഈ പറഞ്ഞ ഗ്യാസ്ട്രൈറ്റിസിന്റെ പ്രശ്നങ്ങൾ, വയറ്റിലെ എരിച്ചില, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. എപ്പോഴും അവർക്ക് ക്ഷീണം തോന്നുക, അതല്ലെങ്കിൽ അവർക്ക് ഈ ഭയങ്കര ഡ്രൈ സ്കിൻ അനുഭവപ്പെടുക, ഈ പറഞ്ഞ പോലെ തന്നെ പല്ലുകൾ കേടാകുന്നതൊക്കെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി വരാനുള്ള സാധ്യതയിൽ ഒരു കാരണം ഈ കൂടുതലും ജങ്ക് ഫുഡ് കഴിക്കുന്നതാണ്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ ക്യാൻസർ വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. ഏകദേശം നമ്മുടെ ഇന്ത്യയിലെ കണക്ക് തന്നെ എടുക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ വേൾഡിലെ കണക്ക് എടുക്കുവാണെങ്കിൽ, ഏകദേശം ഒരു 4 ലക്ഷം അല്ലെങ്കിൽ 4 ലക്ഷം തൊട്ട് 7 ലക്ഷം വരെ കുഞ്ഞുങ്ങൾക്ക് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്, ഒരു വർഷത്തെ കണക്കെടുക്കുവാണെങ്കിൽ. അപ്പൊ ഓർത്ത് നോക്കണം കുഞ്ഞുങ്ങളിലെ ക്യാൻസർ എത്രത്തോളം ആണ് ഇപ്പൊ കൂടുതലായിട്ട് നിൽക്കുന്നതെന്ന്. പണ്ടൊക്കെ റയറായിരുന്നു ക്യാൻസർ എന്ന് പറഞ്ഞ ഒരു അസുഖം, കേൾക്കാൻ തന്നെ റയറായിരുന്നു. പക്ഷെ ഇതിപ്പോ നമ്മുടെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയിലായിട്ടാണ് പോകുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഓരോ ദിവസം ചെല്ലുന്നവർ ഓരോരോ മാരക അസുഖങ്ങൾ കണ്ടുവരുന്നുണ്ട്. അപ്പൊ അത്രയ്ക്കും നമ്മൾ കെയർഫുൾ ആയിട്ട് വേണം അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുവാനായിട്ട്. അപ്പൊ ഈ ജങ്ക് ഫുഡൊക്കെ കൂടുതൽ കഴിക്കുമ്പോൾ അവർക്ക് ഒരുപാട് ട്രാൻസ്ഫാറ്റും കാര്യങ്ങളൊക്കെ വരും, ആവശ്യമില്ലാത്ത കൊഴുപ്പുകളൊക്കെ വരും. അപ്പൊ ഇതൊന്നും ഫിസിക്കൽ ആക്ടിവിറ്റി കാര്യങ്ങളൊന്നും ഇല്ലാതെ വരുമ്പോഴേക്കും കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ തന്നെ അത് അക്യുമുലേറ്റ് ചെയ്ത് കടന്നിട്ട് അത് ഓൾറെഡി ഫാറ്റ് ഒബേസിറ്റി ഫോമിലോട്ടാകും. അതുവഴി അവരുടെ ഹോർമോൺ പ്രൊഡക്ഷൻ കറക്റ്റ് ആയിട്ട് നടക്കത്തില്ലാതെ വരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ അവർക്ക് മാരകാസുഖങ്ങളിലോട്ടൊക്കെ പോകുന്നതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി വരാൻ ഒരു കാരണം ഈ ജങ്ക് ഫുഡിന്റെ ഉപയോഗമാണ്. പിന്നെ വരുന്നത് അവർ പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടൈമിന് ഫുഡ് കഴിക്കാതിരിക്കുക, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക, പിന്നെ ഉച്ചയ്ക്ക് കൊണ്ടുപോകുന്ന ഫുഡ് മുഴുവനായിട്ട് കഴിക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി വരും. കാരണം ആ ഒരു ദിവസം ആവശ്യമായിട്ടുള്ള കലോറി ഉണ്ടല്ലോ കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ ഏകദേശം ഒരു 1200 കാലറി തൊട്ട് 2000 കലോറി വരെയൊക്കെ പോകാം. കുഞ്ഞുങ്ങളുടെ ഒരു ഹൈറ്റും വെയിറ്റും അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ കലോറി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ അവര് മീറ്റ് സ്കിപ്പ് ചെയ്യുമ്പോഴൊക്കെ അവർക്ക് ആ ഒരു അത്രയും കലോറിയാണ് അവർക്ക് ലോസ് ആയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന കുഞ്ഞുങ്ങളിൽ ഈ പറഞ്ഞ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി വരാനുള്ള ഒരു കാരണമാണ്. മറ്റൊരു കാരണമാണ് മൊബൈൽ നോക്കി ഫുഡ് കഴിക്കുക, അതല്ലെങ്കിൽ ടിവിയുടെ മുന്നിൽ ഇരുന്ന് ഫുഡ് കഴിക്കുക. സ്ക്രീൻ ടൈം കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന കുഞ്ഞുങ്ങളിൽ ഈ പറഞ്ഞ ഫിസിക്കൽ ആക്ടിവിറ്റി കുറവായിരിക്കും. കാരണം അവർ കൂടുതലും സ്ക്രീനിലായിരിക്കും ചെലവഴിക്കുന്നത്. സ്കൂളിൽ വിട്ട് വന്നു കഴിയുമ്പോൾ തന്നെ മൊബൈൽ അല്ലെങ്കിൽ ടി വി യൂസ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ വരുന്ന കുഞ്ഞുങ്ങളിൽ ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാതെ വരുമ്പോൾ അവർക്ക് വിശപ്പ് കുറയും. എന്തെങ്കിലും നമ്മൾ ജോലി ചെയ്താലല്ലേ നമുക്ക് വിശപ്പ് ഉണ്ടാവുള്ളൂ. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പോലും അത് അവർ ഓടി നടന്ന് കളിക്കുകയൊക്കെ ചെയ്താൽ മാത്രമേ വിശപ്പ് കൂടുതൽ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ കൂടുതൽ ആഹാരം കഴിക്കും. അപ്പൊ അത് സ്ക്രീൻ ടൈമിൽ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ കൂടുതലും കഴിക്കുന്നത് ഈ ജങ്ക് ഫുഡുകളായിരിക്കും കൂടുതലും കഴിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളിലും ഈ പറഞ്ഞ പോലെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി വരാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും. പിന്നെ വരുന്നത് കൂടെയുള്ള ഇൻഫെക്ഷൻസ് വരുന്ന കുട്ടികൾ, ഇടയ്ക്കിടയ്ക്ക് വയറിളക്കം വരിക, പനി, ചുമ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഭക്ഷണത്തിനോട് താല്പര്യക്കുറവായിരിക്കും വരുന്നത്. അപ്പൊ ആ ഒരു വായിക്ക് ടേസ്റ്റ് ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും. ആ ടൈമിലൊക്കെ വീണ്ടും അവർക്ക് കലോറി കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ശരിക്കുമുള്ള പോഷണം ചെല്ലാതെ വരുന്നു. ആ സമയത്ത് അവർക്ക് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും. മറ്റൊരു റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയായിട്ട് കുഞ്ഞുങ്ങൾക്ക് ന്യൂട്രീഷൻ എന്താണ്, അതല്ലെങ്കിൽ ഒരു പോഷണമുള്ള ഫുഡ് ഏതാന്നുള്ള ഒരു അറിവ് കുഞ്ഞുങ്ങൾക്കില്ല. ചിലപ്പോൾ ഒരുപക്ഷെ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ പോലും അത് കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം നമ്മൾ. ഇന്ന ഫുഡ് കഴിച്ചാൽ ഇന്നത് കിട്ടും. ഉദാഹരണത്തിന് ഇപ്പൊ ഒരു വൈറ്റമിനെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു പപ്പായ എടുത്ത് കൊടുക്കുമ്പോൾ അത് പറയുക ഒരു കപ്പളങ്ങയ്ക്കകത്ത് വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ എ നമ്മുടെ കണ്ണിന് നല്ലതാണ്. അതല്ലെങ്കിൽ ഒരു ഇറച്ചിയോ മീനോ പനീറോ പോലുള്ള പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ കുഞ്ഞുങ്ങളോട് പറയുക ഇത് കഴിക്കുന്നത് നല്ലതാണ്, നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ എല്ലുകളോ ഒക്കെ ശക്തി പ്രാപിക്കുന്ന സമയമാണ്, മസിലുണ്ടാകും, നിങ്ങൾക്ക് നല്ലപോലെ സ്കൂളിൽ പെർഫോം ചെയ്യാൻ പറ്റും, നല്ലപോലെ ഓടാൻ പറ്റും, പ്രൈസ് മേടിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ ഒരു മോട്ടിവേഷൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ആ ഓരോ ഫുഡിന്റെയും ഇപ്പൊ ഒരുപാടൊന്നും പറഞ്ഞു കൊടുക്കണ്ട, എന്തെങ്കിലും ഒരു ഗുണം പറഞ്ഞു കൊടുത്താൽ മതി. അപ്പൊ അത് അവർക്ക് അവരുടെ ബ്രെയിനിൽ അവർ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ
അത് മനസ്സിലാക്കിക്കൊണ്ട് കുഞ്ഞുങ്ങൾ കഴിക്കും. അതല്ലാതെ അവർക്ക് ഇത് കഴിക്കുന്നു പറഞ്ഞു കൊടുക്കാതെ എന്തെങ്കിലും ഒരു നോളജും കൂടെ ആ ഒരു ഫുഡിന്റെ കൂടെ അവർക്ക് കൊടുക്കുവാണെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് അവർ ഫുഡ് കഴിക്കും. അതുപോലെ നമ്മുടെ പേരൻസിനൊക്കെ ചില പൈസ ഉണ്ടാകും, പക്ഷെ ചിലപ്പോൾ നല്ല ഫുഡ് കിട്ടാതെ വരും. ക്വാളിറ്റി ഉള്ള ഫുഡ് കിട്ടാതെ വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസ് വരാം. നമ്മൾ എന്തൊക്കെയോ കഴിക്കുന്നുണ്ട്, പക്ഷെ അതിൽ ആവശ്യത്തിനുള്ള പോഷകങ്ങൾ ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥ. ഇപ്പൊ നമ്മുടെ ഇവിടെ അർത്ഥത്തിൽ തന്നെ ആണെങ്കിലും കൂടുതലായിട്ട് നമുക്കിപ്പോ കിട്ടുന്നില്ല, ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ നമുക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ തന്നെ കൃഷി ചെയ്തൊന്നും ഉണ്ടാക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസ് വരാം. പിന്നെ മറ്റൊരു ഫാക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മേടിച്ചു കൊടുക്കണം എന്ന് പേരൻസിന് ആഗ്രഹമുണ്ട്, പക്ഷെ അവർക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലം ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ എന്റെ കുട്ടിക്ക് ഇന്ന പോഷണം കിട്ടണമെങ്കിൽ ആ ഇന്ന പോഷകമുള്ള ഭക്ഷണം ഇതാണെന്ന് അവർക്കറിയാം, പക്ഷെ അത് മേടിക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയും കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാതിരിക്കുമ്പോൾ ഈ പറഞ്ഞ പോഷകത്തിന്റെ ഒരു കുറവ് വരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഇതൊക്കെയാണ് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി വരാനായിട്ടുള്ള പ്രധാന കാരണങ്ങൾ. ഇനി നമുക്ക് ശരിക്കും ന്യൂട്രീഷൻ തുടങ്ങേണ്ടത് നമ്മുടെ വീട്ടിൽ തന്നെയാണ്. അതല്ലാതെ നമ്മൾ ഇന്നത് കഴിച്ചാൽ മതി, അവര് ഫ്യൂച്ചറിൽ എന്തെങ്കിലുമൊക്കെ അവർക്ക് മനസ്സിലാക്കുമ്പോൾ അവർ കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ വീട്ടിൽ നമ്മൾ പോഷകമുള്ള ഭക്ഷണങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. അതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നോർമൽ ചോറും കറികളും മാത്രം മതി, പക്ഷെ അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നമ്മുടെ വീട്ടിൽ തന്നെ ഇത് കൊടുക്കാൻ പഠിച്ചില്ലെന്നുണ്ടെങ്കിൽ പിന്നീട് അവര് സ്കൂളിൽ നിന്ന് മാറി കോളേജ് ലൈഫിലോട്ടോ ഒക്കെ പോയി ഒരു ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോൾ അവർക്ക് ആ ഒരു ഫുഡുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റത്തില്ല. അവിടെയും ചെന്ന് വെച്ചിട്ട് ഞാൻ നോൺ വെജ് മാത്രമേ കഴിക്കുള്ളൂ, ഫ്രൈ ഐറ്റംസ് മാത്രമേ കുഞ്ഞുങ്ങൾ കഴിക്കുള്ളൂ എന്ന് നമ്മൾ പേരൻസ് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ നമ്മുടെ കുഞ്ഞുങ്ങളെയും കൂടെ നമ്മൾ പ്രാപ്തരാക്കണം. അപ്പൊ നമ്മുടെ ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ വീട് തന്നെയാണ്. അപ്പം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പ്രധാനമായിട്ടും വേണ്ട പോഷകങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പേരൻസ് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കണം. ബേസിക്കലി നമുക്ക് വേണ്ടത് പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് വേണം, ഫാറ്റ് വേണം, മറ്റെല്ലാ വൈറ്റമിൻസും മിനറൽസും വേണം. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന അരിയാഹാരങ്ങൾ, ധാന്യങ്ങൾ, ഗോതമ്പ്, അതല്ലെങ്കിൽ നമ്മുടെ നോർമലി അരി വരുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ മില്ലറ്റുകൾ, ഇതൊക്കെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളാണ്. കാർബോഹൈഡ്രേറ്റ് ആണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത്. കാരണം ഏറ്റവും കൂടുതൽ റാപ്പിഡ്ലി എനർജി കിട്ടുന്നത് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണത്തിൽ നിന്നാണ്. അപ്പൊ രാവിലെ നമ്മളിപ്പോൾ ദോശ കഴിച്ചു, ഇഡ്ഡലി കഴിക്കുന്നൊക്കെ പറയുമ്പോൾ അവർ വേണ്ടാന്ന് പറഞ്ഞാലും നമ്മൾ അത് അവരെ എങ്ങനെയെങ്കിലും കഴിപ്പിക്കാനായിട്ട് നോക്കണം. കാരണം വെച്ചാൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഇത് കഴിച്ചാലും നിനക്ക് പെട്ടെന്ന് എനർജി കിട്ടത്തുള്ളൂ. അതിന് പകരം മറ്റെന്ത് ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഒരു എനർജി ഫീൽ ചെയ്യത്തില്ല. ഇപ്പൊ അതിന് പകരം എന്തെങ്കിലും മധുരമുള്ള സാധനം കഴിച്ചു, ആ ഒരു സഡൻ എനർജി കിട്ടും നമുക്ക്. പക്ഷെ അതൊരു കുറച്ച് ടൈമിലോട്ട് നമുക്ക് നിൽക്കത്തില്ല. അപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഉച്ചവരെ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും അരിയാഹാരങ്ങൾ കഴിച്ചിട്ട് മാത്രമേ കുഞ്ഞുങ്ങളെ വിടാവുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് എനർജി ഫീൽ ചെയ്യത്തില്ല. അതുപോലെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ, ഉദാഹരണത്തിന് ഡയറി പ്രോഡക്റ്റ്, മീറ്റ്, മിൽക്ക്, അതല്ലെങ്കിൽ യോഗട്ട്, തൈര്, മുട്ട, മീന്, പയറുവർഗ്ഗങ്ങള്, പനീർ, അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, കൂണൊക്കെ ഈ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണത്തിലൂടെ കൊടുക്കുമ്പോൾ അവർക്ക് അതിന്റെ പ്രോട്ടീൻ സോഴ്സസ് കിട്ടും. അതുപോലെ പഴങ്ങള്, പച്ചക്കറികള് എല്ലാം കൊടുക്കുക. അതുപോലെ ബ്ലൂബെറി, ബ്ലാക്ക്ബെറി പോലുള്ള സാധനങ്ങൾ, ഡ്രൈ ഫ്രൂട്ട്, ഇതൊക്കെ കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ബാക്കി മറ്റ് മിനറൽസ്, നല്ല ഫാറ്റ്, ഇതെല്ലാം ഭക്ഷണത്തിൽ നിന്ന് കിട്ടിക്കൊള്ളും. അപ്പം പ്രധാനമായിട്ടും വേണ്ട എല്ലാ പോഷകങ്ങളും കുഞ്ഞുങ്ങൾക്ക് കിട്ടാനായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ മാത്രം കൊടുത്താൽ മതി, അതിൽ നിന്ന് കിട്ടിക്കോളും. ജങ്ക് ഫുഡ് കുറച്ചിട്ട് വീട്ടിലുണ്ടാക്കുന്ന നോർമൽ ഫുഡ് പ്രത്യേകിച്ച് കൊടുക്കാനായിട്ട് അമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ അതിനകത്ത് വരുന്ന പ്രോട്ടീൻ ഉണ്ടാകും, കാർബോഹൈഡ്രേറ്റ് ഉണ്ടാകും, ഫാറ്റ് ഉണ്ടാകും. ഞാൻ പറഞ്ഞ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസ് വരാൻ സാധ്യതയുള്ള പോഷകങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഫൈബർ, വൈറ്റമിൻ സി, ഫോളിക് ആസിഡ്, സിങ്ക്, ഇതെല്ലാം ഈ പറഞ്ഞ എല്ലാ വെജിറ്റബിൾസിന്റെ അകത്ത് നമുക്ക് മീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ വേണ്ട മറ്റൊരു പ്രധാന ഘടകമാണ് കുഞ്ഞുങ്ങൾക്ക് വെള്ളത്തിന്റെ അളവ് പറഞ്ഞ് മനസ്സിലാക്കുക. വെള്ളത്തിന്റെ ഇമ്പോർട്ടൻസ് കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇപ്പൊ ഭക്ഷണം ഇല്ലെങ്കിൽ നമുക്ക് ഒരു നേരമോ ഒരു ദിവസമോ ഒക്കെ നമുക്ക് കഴിച്ചു കൂട്ടാം. ഇപ്പൊ കുഞ്ഞുങ്ങളോട് പറയുക, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാം, വിശക്കുന്നുണ്ടെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം കുറച്ചും കൂടെ കഴിയട്ടെ. പക്ഷെ അവർക്ക് വെള്ളം ആവശ്യപ്പെട്ടാൽ നമ്മൾ അപ്പം തന്നെ കൊടുക്കണം. അപ്പൊ വെള്ളത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് കുഞ്ഞുങ്ങൾക്ക് അവരുടെ ബോഡിയിലെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്.
അതുപോലെ അവർക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്, കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് വെള്ളം വളരെ അത്യാവശ്യമാണ്. ഈ ഒരു ടൈമിൽ വളരുന്ന ഒരു പ്രായമായതുകൊണ്ട് വെള്ളത്തിന്റെ അളവ് കറക്റ്റ് ആയിട്ട്, അതായത് പ്രായത്തിനനുസരിച്ച് ഏകദേശം ഒരു 5 തൊട്ട് 8 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഒരു 1.2 1200 തൊട്ട് ഒരു 1600 ml വരെ കൊടുക്കുക. അതല്ലെങ്കിൽ 9 വയസ്സിന് 13 വയസ്സ് വരെ ആണെങ്കിൽ അത് ഏകദേശം ഒരു 1.8 ഒരു 1800 ml വരെ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. തണുപ്പുള്ള സമയത്താണ് അല്ലെങ്കിൽ മഴയുള്ള സമയത്താണെങ്കിൽ ഏകദേശം 1 ലിറ്ററിന് മുകളിൽ 1.5 ലിറ്റർ വരുന്ന രീതിയിൽ വെള്ളം കുടിപ്പിക്കാനായിട്ട് പേരൻസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് വെള്ളം കുടിച്ചാൽ മാത്രമേ അവരുടെ മറ്റു ഓർഗൻസിന്റെ ആണെങ്കിലും ഡെവലപ്മെന്റിന് വെള്ളം കൂടിയേ തീരത്തുള്ളൂ. അത് എപ്പോഴും പേരൻസ് അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ബ്രേക്ക്ഫാസ്റ്റ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളത്. കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെയാണ് ഇന്ന് മിക്ക കുട്ടികളും സ്കൂളിൽ പോണത്. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഈസിക്കൽ ടു ബ്രെയിൻ ഫുഡാണ്. അപ്പൊ ബ്രെയിനിന്റെ ഒരു ഫുഡ് നമ്മൾ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് അന്നത്തെ ദിവസം എനർജി ഫീൽ ചെയ്യത്തില്ല. അത് ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് എടുക്കുന്നത്, അല്ലെ? നമ്മുടെ ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുക എന്ന് പറയും. ഇപ്പോൾ രാത്രിയിൽ ഒരു 8 മണിക്ക് ഭക്ഷണം കഴിച്ചൊരു കുട്ടിയാണെങ്കിൽ ഒരു 9 മണിക്കൂർ ഒക്കെ ഉറങ്ങി എഴുന്നേറ്റ് പിന്നെ എണീറ്റ് കഴിഞ്ഞിട്ട് രാവിലെ സ്കൂളിൽ പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി സമയം പോയാണ് അവർ പോകുന്നത്. ആ സമയത്ത് അവർക്ക് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് കൊടുത്താലും അവർ കഴിക്കത്തില്ല. അപ്പൊ ആ കഴിക്കാതെ പോകുമ്പോൾ നിങ്ങൾ പേരൻസ് ഓർക്കണം എത്ര ടൈം ഗ്യാപ്പ് വന്നിട്ടാണ് കുഞ്ഞ് സ്കൂളിലോട്ട് പോയെന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ അത്രയും ടൈം ഗ്യാപ്പ് വന്നു. പിന്നെ കുഞ്ഞ് കഴിക്കുന്നത് ഉച്ചയ്ക്ക് കൊടുത്തു വിടുന്ന ആ ഒരു ഫുഡായിരിക്കും. അപ്പൊ അത്രയും നേരം കുഞ്ഞിന് ഫുഡൊന്നും ഇല്ലാതിരുന്ന് കഴിയുമ്പോഴത്തേക്കും ഹൈപ്പോയിലോട്ട് ഷുഗർ കുറഞ്ഞു പോകാം. അതല്ലെങ്കിൽ കുഞ്ഞിന് എപ്പോഴും ക്ഷീണമായിരിക്കും, അവർക്കൊരു എനർജി ഫീൽ ചെയ്യത്തില്ല, അവർക്ക് കോൺസെൻട്രേഷൻ കിട്ടത്തില്ല. അപ്പൊ ടീച്ചേഴ്സ് അവരെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റാതെ വരും. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ടൈം ബ്രേക്ക് കഴിഞ്ഞിട്ട് കൊടുക്കുന്ന ഫുഡായതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമായിട്ടും കൊടുത്തു വിടണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ പവർ കറക്റ്റ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. ആ കാര്യം എപ്പോഴും പേരൻസ് ശ്രദ്ധിക്കുക. അതിന് നമ്മൾ ചെയ്യേണ്ടത് കുഞ്ഞുങ്ങളെ നേരത്തെ കിടത്തി ഉറക്കുക. ഇപ്പൊ രാത്രിയിൽ ഒരു 8 മണിക്കാണ് ഡിന്നർ കഴിക്കുന്നത് ആണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കുറച്ചും കൂടെ നേരത്തെ കൊടുക്കുക. എന്നിട്ട് നേരത്തെ കിടത്തി ഉറക്കുക. രാത്രിയിൽ സ്ക്രീൻ ടൈം എല്ലാം കുറയ്ക്കുക. ഒരു 7:30-8 മണിക്കുള്ളിൽ ഡിന്നർ കൊടുത്തിട്ട് നേരത്തെ കിടത്തി ഉറക്കുവാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് നേരത്തെ എണീപ്പിക്കാൻ പറ്റും. നേരത്തെ എണീപ്പിച്ച് സ്കൂളിലോട്ട് പോകേണ്ട എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പൊ അത് അവർക്ക് കൊടുക്കുക. ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിലുണ്ടാക്കുന്ന ദോശ, ഇഡ്ഡലി പോലുള്ള ആഹാരങ്ങളാണെങ്കിൽ അവർക്ക് എന്താണ് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അപ്പൊ അത് ഒരെണ്ണമാണെങ്കിൽ ഒരെണ്ണം, രണ്ടാണെങ്കിൽ രണ്ടെണ്ണം. അപ്പൊ കഴിവതും ഒരു 2 മാക്സിമം ഒരളവ് എടുത്ത് കഴിപ്പിച്ച് വിടുക. ഇനി പ്രത്യേകം അമ്മമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, രാവിലെ എണീക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ പോകാറാകുമ്പോൾ ഒരു ഗ്ലാസ് പാല് കൊടുക്കാതിരിക്കുക. കാരണം പാല് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു വിശപ്പിന് അന്നേരത്തേക്ക് ഒരു ആശ്വാസം കിട്ടും. പിന്നെ അവർക്ക് വേറെ ഒരു ഫുഡും വേണ്ട. നിങ്ങൾ പാല് കൊടുക്കുന്നെങ്കിൽ അത് രാത്രിയിലാക്കുക, ബെഡ് ടൈമില്. അപ്പൊ കിടക്കാൻ നേരത്ത് കൊടുക്കുവാണെങ്കിൽ കുഴപ്പമില്ല. രാവിലെ ഒരിക്കലും സ്കൂളിൽ പോണതിന് മുന്നേ, ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ പാല് കൊടുക്കാതിരിക്കുക. അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ പാല് കൊടുത്തു കുഴപ്പമില്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ഒരു കാരണവശാലും കുഞ്ഞുങ്ങൾക്ക് മുടങ്ങാതെ കൊടുത്തുവിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ലഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ലഞ്ച് കുട്ടികൾക്ക് കൊടുത്തു വിടുക. ആ ലഞ്ച് കഴിച്ചാൽ മാത്രമേ അവർക്ക് ആഫ്റ്റർനൂൺ സെക്ഷനിൽ അവർക്ക് നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു ദിവസവും ഞാൻ പറഞ്ഞില്ല, കൂടുതലും കുഞ്ഞുങ്ങൾ സ്കൂളിലാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ടൈം അവർക്ക് അവിടെ ഹാപ്പി ആയിട്ടിരിക്കുക, എനർജി ആയിട്ടിരിക്കുക, നല്ലപോലെ അവരെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അവർക്ക് ഫോക്കസ് ചെയ്യുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർക്ക് ലഞ്ച് കറക്റ്റ് ആയിട്ട് കൊടുത്തു വിടുക. അപ്പൊ ലഞ്ചൊക്കെ തിരിച്ചു കൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾ കാണും. രാവിലെ കൊടുത്തു വിട്ട ഭക്ഷണം തന്നെയായിരിക്കും ഒരുപക്ഷെ പേരൻസ് ഉച്ചയ്ക്ക് കൊടുത്തു വിടുന്നത്. എളുപ്പത്തിന് വേണ്ടിയിട്ട് ജോലി തിരക്കുകൾക്കിടയിൽ ചിലപ്പോൾ രാവിലെ എന്തുണ്ടാക്കിയോ ചപ്പാത്തി ഉണ്ടാക്കി അത് തന്നെ ചിലപ്പോൾ ഉച്ചയ്ക്ക് കൊടുത്തു വിടുന്നു. ചിലപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് അത് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പൊ രാവിലെ കഴിച്ച ഫുഡ് കൊടുത്തു വിടാതെ അവരോട് തലേദിവസം ചോദിക്കുക, ഉച്ചയ്ക്ക് എന്ത് തന്നു വിട്ടാൽ കഴിക്കുമെന്ന് അവർക്ക് ചോദിച്ച് മനസ്സിലാക്കി അത് പ്രിപ്പയർ ചെയ്യാനായിട്ട് പ്രത്യേകം അമ്മമാര് അല്ലെങ്കിൽ പേരൻസ് ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ലഞ്ച് മാത്രം പോരാ, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും അതുപോലെ തന്നെ തിരിച്ച് ഈവനിങ്ങിന് വന്നു കഴിയുമ്പോൾ സ്നാക്സ് കൊടുക്കുന്നത്. കുഞ്ഞുങ്ങളും അടുത്തായിരിക്കും വരുന്നത്. ആ വിഷമിച്ച് സ്കൂളിൽ നിന്ന് കയറി വരുമ്പോൾ അപ്പോൾ തന്നെ അവർക്ക് ബേക്കറി ഐറ്റംസ് എടുത്ത് കൊടുക്കാതെ അവർ ചോദിക്കുമ്പോഴേ തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഈ സമയത്ത് നമ്മൾ കഴിക്കേണ്ടത് അവർക്കൊരു എനർജി ഫീൽ ചെയ്യണം. അവല്ലേ ഇത്രയും നേരം ബ്രേക്ക് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് പിന്നെ വൈകുന്നേരം 5:30 അല്ലെങ്കിൽ 4:30 കഴിഞ്ഞായിരിക്കും പിള്ളേര് വരുന്നത്. ആ ഒരു ടൈമിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ആവിയിൽ വേവിച്ച അടയോ
അതല്ലെങ്കിൽ അവല് നനച്ചതോ. അപ്പൊ അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഫ്രൂട്ട്സ് ഉണ്ടാക്കി സ്മൂത്തി പോലെ എന്തെങ്കിലും കൊടുക്കുവോ, വീട്ടിൽ തന്നെ എന്തെങ്കിലും സ്റ്റീം ചെയ്ത ഐറ്റംസ്, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ബേക്കറി പോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കി അധികം എണ്ണ ഉപയോഗിക്കാതെ ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതിപ്പോ നമുക്ക് അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ അത് പ്രത്യേകിച്ച് സ്ക്രീൻ ടൈം ടിവിയുടെ മുന്നിൽ ഒന്നും ഇരുത്തി കൊടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ അല്ലെങ്കിൽ ചെറിയ ചെറിയ ബേക്കറി ഐറ്റംസ് ആണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതെങ്കിൽ വീണ്ടും വീണ്ടും വിശപ്പ് അവർക്ക് ഫീൽ ചെയ്യും. അപ്പൊ വീണ്ടും വീണ്ടും ഒരു ബേക്കറി ഐറ്റംസ് വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യാതെ അവരുടെ വയറ് ഫില്ലാകുന്ന രീതിയിൽ എന്തെങ്കിലും കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ ഡിന്നർ ഞാൻ പറഞ്ഞു, ഡിന്നർ എപ്പോഴും ഹെവി ആയിട്ട് കൊടുക്കാതിരിക്കുക കുഞ്ഞുങ്ങൾക്ക്. കാരണം നമ്മൾ രാത്രിയിൽ വേറെ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒന്നുമില്ല, കഴിച്ച് തൊട്ട് പുറകെ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ കിടന്ന് ഉറങ്ങുമായിരിക്കും. അപ്പൊ അവർക്ക് ആ ഒരു ഭക്ഷണം ദഹിക്കാനൊക്കെ അവരുടെ ഉറക്കത്തിനൊക്കെ ഏറ്റവും നല്ലത് ഒരുപാട് മസാല ചേർന്നതോ എണ്ണ ചേർന്നതോ ഫുഡിലോട്ട് പോകാതെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാധാ ആഹാരങ്ങളൊക്കെ കഴിക്കുന്നത് അവർക്ക് നല്ലൊരു ഉറക്കത്തിനും അതുപോലെ തന്നെ ദഹനത്തിന് വളരെ നല്ലതായിരിക്കും. അപ്പൊ ഡിന്നർ കടക്കുന്നതിന് ഒരു മണിക്കൂറെങ്കിലും മുന്നേ കൊടുക്കാനായിട്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് എന്തൊക്കെ ഫുഡ് കൊടുക്കാം ബ്രേക്ക്ഫാസ്റ്റിന് അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ട് നമുക്ക് എന്തൊക്കെ കൊടുക്കാം? ഇപ്പൊ നോർമലി ചില വീടുകളിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സാധനങ്ങൾ തന്നെയായിരിക്കും കുഞ്ഞുങ്ങൾക്ക് വൈകുന്നേരം ഈവനിങ്ങിലും കൊടുക്കുക. അതല്ലെങ്കിൽ ചില കുട്ടികൾ ഉണ്ടാകും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകും. ഇപ്പം 4 വയസ്സോ അല്ലെങ്കിൽ പ്രീ സ്കൂൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ 10 മണിക്കൊക്കെ ചെറിയ സ്നാക്സ് കൊടുത്തു വിടുന്നുണ്ടാകും. അപ്പൊ അതൊന്നെങ്കിൽ രാവിലെ വീട്ടിലുണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് ഒരു ദോശയാണെങ്കിൽ ഒരെണ്ണം കഴിച്ചിട്ട് ഒരെണ്ണം പാക്ക് ചെയ്തിട്ട് നമുക്ക് കൊടുത്തു വിടാം സ്കൂളിൽ പോയിട്ട് 10 മണിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒറ്റയടിക്ക് കൊടുക്കാതെ പല പ്രാവശ്യമായിട്ട് നമുക്ക് അങ്ങനെ കൊടുക്കാം. അപ്പൊ സ്നാക്സിനും ബ്രേക്ക്ഫാസ്റ്റിനും പറ്റിയ സാധനങ്ങൾ ഞാൻ പറഞ്ഞു. പ്രോട്ടീൻ വരണം, കാർബോഹൈഡ്രേറ്റ് വരണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ എന്താണ് പ്രോട്ടീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ രാവിലെ ദോശ ഉണ്ടാക്കി, ദോശ എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് വന്നു. അതിന്റെ കൂടെ ഒരു മുട്ടയാണെങ്കിൽ, മുട്ട ദോശയൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഒരു പ്രോട്ടീനും കൂടെ അവിടെ നമുക്ക് മീറ്റ് ചെയ്തു. ഓക്കെ, പിന്നെ ഉച്ചയ്ക്ക് ഇപ്പോ 10 മണിക്ക് ഇപ്പൊ കൊടുക്കുവാണെങ്കിൽ ഫ്രൂട്ട് കട്ടായിട്ട് അവർക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു വിടാം. അപ്പൊ അവിടെ ഫൈബറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. പിന്നെ ഉച്ചയ്ക്ക് അവർക്ക് ലഞ്ച് കൊടുത്തു വിടുക. അതിനകത്ത് എന്തായാലും ചോറും കറികളൊക്കെ കൊടുത്തു വിടുമ്പോൾ അതൊരു ബാലൻസ്ഡ് ഡയറ്റ് ആവും. അപ്പൊ എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഒരു ബാലൻസ്ഡ് ഡയറ്റ് കൊടുക്കാനായിട്ട് അമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇത് കുറച്ച് ബ്രേക്ക്ഫാസ്റ്റിന്റെ ഐഡിയാസ് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ പേരൻസിന് എളുപ്പമുണ്ട്, ഒരാഴ്ചത്തേക്ക് ഒരു ചാർട്ട് തയ്യാറാക്കുക. കുഞ്ഞുങ്ങൾക്ക് മൺഡേ ടു ഫ്രൈഡേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്, ഒരു കൺഫ്യൂഷൻ വരത്തില്ല. അവർക്ക് എന്ത് കൊടുക്കുമെന്ന് ഓർത്ത് തലേദിവസം അവർക്ക് തല പുകയേണ്ട ആവശ്യമില്ല. അവര് കുഞ്ഞുങ്ങളോടും കൂടെ ഇരുത്തി അവരുമായിട്ട് ഷെയർ ചെയ്യുക, എന്ത് തന്നു വിട്ട കഴിക്കുമെന്ന് അവരോട് ചോദിക്കുക. അപ്പൊ അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുക, അതിൽ മോഡിഫിക്കേഷൻസ് വരുത്താനായിട്ട് അമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഒരു ചാർട്ട് ഉണ്ടാക്കുക, രാവിലെ ഇത്, ഉച്ചയ്ക്ക് ഇന്ന സാധനങ്ങൾ, വൈകിട്ട് ഇന്ന സാധനങ്ങൾ. അപ്പൊ ഇന്ന് ഇതേ ഉള്ളൂ എന്നുള്ള കാര്യം അപ്പൊ അവർക്കും അറിയാൻ പറ്റും. പിന്നെ അപ്പൊ അവരോട് ചോദിക്കുക, നിങ്ങൾക്ക് എന്ത് മാറ്റങ്ങൾ വരുത്തണം എന്ന് ചോദിച്ചിട്ട് അതിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അവർക്ക് ഇതൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ ബ്രെഡൊക്കെ ഉപയോഗിക്കാം, ഗോതമ്പിന്റെ ബ്രെഡ് കിട്ടും. അങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ അവർക്ക് സാൻഡ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ചപ്പാത്തി റോളൊക്കെ ആയിട്ട് കൊടുക്കാവുന്നതാണ്. ബനാന ഫ്രൈ, ബോയിൽഡ് കോണ്, ദോശയുടെ കൂടെ ഹണിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അയൺ കൂടാനൊക്കെ ആയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം ഈ പാൻ കേക്ക് ഒക്കെ ബനാന വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുക. പുറത്തുനിന്ന് മേടിച്ച് കഴിവതും നിങ്ങൾ കൊടുക്കാതിരിക്കുക. പ്രത്യേകിച്ച് ഈ 4 മണി സമയത്തൊക്കെ പല കുഞ്ഞുങ്ങളും കാണുന്നുണ്ട്. നമ്മൾ സ്കൂൾ വിട്ട് കഴിയുമ്പോൾ ഓരോ ബേക്കറിയുടെ അവിടെ ചെന്ന് കഴിയുമ്പോഴും അമ്മമാരെ എളുപ്പത്തിന് ഒരു 10-20 രൂപയോ കൊടുത്തു വിടും, പോരുന്ന വഴിക്ക് എന്തെങ്കിലും കഴിച്ചോണം. അപ്പൊ ആ കുഞ്ഞുങ്ങളൊക്കെ കഴിക്കുന്നത് സമൂസയോ പപ്സോ ഒക്കെ ആയിരിക്കും. അതിന്റെ കൂടെ ഒരു പെപ്സിയോ ഒരു കോളയോ അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സും കൂടെ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും അവർക്ക് വിശപ്പ് അവിടെ ഫില്ലാകും. പക്ഷെ അതിൽ നിന്ന് അവർക്ക് വേണ്ട ഒരു പോഷകങ്ങളും കിട്ടിയിട്ടില്ല. ഭക്ഷണം കഴിച്ചവരുടെ വയർ നിറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ പോഷകം കുഞ്ഞുങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ പേരൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക, ഭക്ഷണമാണോ എന്റെ കുഞ്ഞിന് വേണ്ടേ, പോഷണമാണോ എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി അവരെ വീട്ടിൽ വന്ന് കഴിക്കാനായിട്ട് പറയുക. വീട്ടിൽ ഇന്നത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇലയുടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ ചപ്പാത്തി റോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിനകത്ത് മുട്ട ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. വീട്ടിൽ തന്നെ വീട്ടിൽ നിന്ന് തന്നെ കഴിവതും ഭക്ഷണങ്ങൾ കൊടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പുറത്തൊന്നും മേടിച്ചു കൊടുക്കണോ? ആഴ്ചയിൽ ഒരു ദിവസം എന്നുള്ള സ്കീം മാറ്റിയിട്ട് മാസത്തിൽ ഒന്നാക്കുക, ഡിമാൻഡ് ചെയ്യുക. ഞാൻ മാസത്തിൽ ഒരു പ്രാവശ്യം പുറത്തുനിന്ന് ഫുഡ് മേടിച്ചു തരാം എന്നാക്കുക. അതല്ലാതെ കുഞ്ഞുങ്ങൾ പറയുന്നത് രാവിലെ വേണം, അതല്ലെങ്കിൽ വൈകിട്ട് വേണം, അല്ലെങ്കിൽ ഈ ആഴ്ചയിൽ ഒരു ദിവസം തന്നെ കൊണ്ടുപോകണം. അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വീട്ടിൽ നിന്നും പുറത്തുനിന്ന് ഫുഡ് മേടിക്കാതെ ഒരു ആഴ്ചയിൽ ഒരു ദിവസം എന്നുള്ളത് മാറ്റി മാസത്തിൽ ഒന്നിലോട്ട് വരുവാണെങ്കിൽ അപ്പൊ അവർക്ക് ആ ഒരു ജങ്ക് ഫുഡിന്റെ ഒരു ഉപയോഗം അവർക്ക് മനസ്സിലാകും, അതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യം മനസ്സിലാകും. അപ്പൊ വീട്ടിലുള്ള ഭക്ഷണങ്ങള്
കൂടുതൽ അവർ ഇഷ്ടപ്പെട്ടു തുടങ്ങും. അപ്പൊ അങ്ങനെ അവരുടെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിവതും വീട്ടിൽ തന്നെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതുപോലെ ഇപ്പൊ 10 മണിക്ക് കൊണ്ടുപോകാൻ പറ്റിയതാണ് ഫ്രൂട്ട് ആൻഡ് നട്ട് മിക്സ് ഒക്കെ. ചെറിയ ഫ്രൂട്ട് കട്ട് ചെയ്ത് വെക്കുക, റെയിൻബോ ഫ്രൂട്ട് എന്ന് പറയും, അതായത് പല കളറിലുള്ള ഫ്രൂട്ട് മിക്സ് ചെയ്ത് വെക്കുക, അതിന്റെ കൂടെ കുറച്ച് നട്ട്സ് കൊടുക്കുക. അപ്പൊ അവർക്ക് നല്ല ഫാറ്റും കിട്ടും, omega-3 പോലുള്ള ഫാറ്റും കാര്യങ്ങൾ കിട്ടും. അതുപോലെ ഫ്രൂട്ട്സിന്റെ അകത്ത് അവർക്ക് വേണ്ട ഫൈബർ കിട്ടും, ബാക്കി വൈറ്റമിൻസ് കിട്ടും. അതുപോലെ ഡ്രൈ ഫ്രൂട്ട് കൊടുത്തു വിടാം. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെറൈറ്റി ആയിട്ട് ഓരോ ദിവസം ഒരാഴ്ചത്തേക്കുള്ള മെനു പോലെ ഉണ്ടാക്കിയിട്ട് അതനുസരിച്ച് കൊടുത്തു വിടുക. അപ്പൊ കൺഫ്യൂഷനും അവർക്ക് മാറിക്കിട്ടും. പിന്നെ ലഞ്ചിന് സെറ്റ് ചെയ്യുമ്പോൾ ലഞ്ചിനും ഡിന്നറിനും എന്നും ഈ ചോറും കറിയും തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു വിട്ട് അവരത് കഴിക്കത്തില്ല, അത് അവർ തിരിച്ചു കൊണ്ടുവരും. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പൊ ചോറും കറിയും ആണെങ്കിൽ അതിനകത്ത് അവർക്ക് റൈസിന്റെ അളവ് കുറച്ചിട്ട് നോർമൽ വീട്ടിലുണ്ടാക്കുന്ന ഇലക്കറികള്, അതിനകത്ത് അയൺ കണ്ടന്റ് കൂടുതലുണ്ട്, വെജിറ്റബിൾസ്, അതുപോലെ മീന്, ഇറച്ചി, പയറ് വർഗ്ഗങ്ങള്, തൈര് ഒക്കെ ഭക്ഷണത്തിൽ കൊടുത്തു വിടാവുന്നതാണ്. അപ്പൊ അത് എന്നും കൊടുത്തു വിടാതെ ആഴ്ചയിൽ ഒരു ദിവസം നോർമൽ റൈസ്, അടുത്തൊരു ദിവസം വേണമെങ്കിൽ അവർക്ക് ടൊമാറ്റോ റൈസ്, അതല്ലെങ്കിൽ കേഡ് റൈസ്, അല്ലെങ്കിൽ ബിരിയാണി, ഫ്രൈഡ് റൈസ്, ഇതൊക്കെ വീട്ടിലുണ്ടാക്കി കൊടുക്കുക. അപ്പൊ അവർക്ക് ബിരിയാണി കഴിച്ചൊന്നും ആകും. അപ്പൊ അതിനകത്ത് ചെറുതായിട്ട് ചിക്കൻ ഇടാം, അതിൻ്റെ അകത്ത് വെജിറ്റബിൾ കട്ട് ചെയ്തിടുക, അപ്പൊ അവർക്ക് വെജിറ്റബിളും കിട്ടി. അപ്പൊ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഇതെല്ലാം കൊടുക്കാനായിട്ട് പ്രത്യേകം നോക്കുക. നോർമൽ രാത്രിയിൽ വേണമെങ്കിൽ കഞ്ഞി, ചെറുപയർ ആഴ്ച ഒരു ദിവസം കൊടുക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പൊ ഇതൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. വെളിയിൽ നിന്നുള്ള ഫുഡുകൾ കഴിവതും കുറയ്ക്കുക. ഇനി ഏറ്റവും കൂടുതൽ വേണ്ടത് ഞാൻ പറഞ്ഞു, വെള്ളത്തിന്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾക്ക് വെള്ളം കൊടുക്കണം. അപ്പൊ പലതരത്തിലുള്ള വെള്ളങ്ങൾ കൊടുക്കുക. എപ്പോഴും കുടിവെള്ളം തന്നെയല്ല, നമ്മൾ ഈ പറയുന്ന 7-Upഉം കാര്യങ്ങളൊക്കെ കൂടുതൽ മേടിച്ചു കൊടുക്കാതെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധാ കുടിവെള്ളം, അതല്ലെങ്കിൽ തേങ്ങ പൊട്ടിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ വിളിച്ചവർക്ക് തേങ്ങാ വെള്ളം കൊടുക്കുക. കരിക്കുള്ളവരാണെങ്കിൽ ഇടയ്ക്ക് കരിക്കും വെള്ളം കൊടുക്കുക, നാരങ്ങ വെള്ളം കൊടുക്കുക, ബട്ടർ മിൽക്ക്, മോരും വെള്ളമായിട്ട് കൊടുക്കുക. സാധാ നമ്മുടെ വീട്ടിൽ ജ്യൂസ് അടിച്ച് ഫ്രഷ് ജ്യൂസ് കൊടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ വല്ല ഉലുവായോ മല്ലി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് തിളപ്പിച്ച്, ഈ ഒബേസിറ്റി ഉള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, കുറച്ച് അമിതവണ്ണമൊക്കെ ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ രാവിലെ എണീറ്റ് വരുമ്പോൾ അങ്ങനെ മല്ലിയില ഇട്ട് തിളപ്പിച്ച വെള്ളം അല്ലെങ്കിൽ ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളമൊക്കെ കൊടുക്കുന്നത് അവരുടെ മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യാൻ നല്ലതായിരിക്കും. അപ്പൊ ആ ഡീടോക്സ് വാട്ടർ എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. ഇനി ചെയ്യേണ്ടത്, കുഞ്ഞുങ്ങൾക്ക് എന്ത് ഭക്ഷണം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാര്യമില്ല. നമ്മുടെ കുഞ്ഞുങ്ങള് ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് അവരുടെ എല്ലുകളൊക്കെ സ്ട്രോങ് ആകത്തുള്ളൂ, അവർക്ക് മറ്റു അസുഖങ്ങൾ വരാതിരിക്കത്തുള്ളൂ, അവർക്ക് ഇൻഫെക്ഷൻസ് വരാതിരിക്കത്തുള്ളൂ. അപ്പൊ ചില അമ്മമാരുണ്ട് പേടിച്ചിട്ട് കുഞ്ഞുങ്ങളെ പുറത്തോട്ടൊന്നും കളിക്കാൻ വിടത്തില്ല. അപ്പൊ അങ്ങനെയല്ല, കുഞ്ഞുങ്ങൾക്ക് അതിനോടൊക്കെ പൊരുത്തപ്പെട്ട് കുഞ്ഞുങ്ങൾ വളർന്നാൽ മാത്രമാണ് അവർക്ക് ഒരു ഇമ്മ്യൂണിറ്റി പവർ കൂടത്തുള്ളൂ. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് അവരുടെ ഒരു ബ്രെയിൻ ഡെവലപ്മെന്റ് ഉണ്ടാകും. ഈ പുറത്തൊക്കെ കളിക്കാൻ വിടുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും കുഞ്ഞുങ്ങളുടെ ശരീരം ഒന്ന് അനങ്ങാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസ്, ഔട്ട്ഡോർ കളികൾ, എന്തെങ്കിലും മറ്റു കുട്ടികളും ഒക്കെ ആയിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ അവർക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകും. അപ്പൊ അവർക്ക് എന്താ പറയുന്നത്, പരസ്പരം പങ്കുവെക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാകും, മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാനുള്ള ഒരു മനോഭാവം, എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നുള്ള ഒരു സന്തോഷം അവർക്ക് കിട്ടും. എപ്പോഴും ഈ 4 ചുമരുകൾക്കുള്ളിൽ തന്നെ കുഞ്ഞുങ്ങൾ ഇരുന്നാൽ അവർക്ക് അതാണ് ലോകം എന്നാണ് അവർ വിചാരിക്കുന്നത്. അതല്ല, 10 പേരെ കണ്ട് അവരുടെ കൂടെ കളിച്ച്, അല്ലെങ്കിൽ ആരും കളിക്കാനില്ലെങ്കിൽ നമ്മൾ അവരുടെ കൂടെ ഇറങ്ങി കളിക്കുക. അപ്പൊ അവരുടെ കാലുകൾക്കൊക്കെ ഒരു ബലം കിട്ടും. അങ്ങനെയാണ് അവരുടെ എല്ലുകളൊക്കെ സ്ട്രോങ് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ കുഞ്ഞുങ്ങളെ ഒരിക്കലും കളിപ്പിക്കാതിരിക്കരുത്. ഒരു എനർജി അവർക്ക് ഉണ്ടാകും. കളി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അവർക്ക് വിശപ്പ് ഫീൽ ചെയ്യും. അപ്പൊ അവര് വീട്ടിലിരിക്കുന്ന സാധനം എടുത്ത് കഴിക്കാനായിട്ട് നമ്മൾ എന്ത് കൊടുത്താലും കഴിക്കും. ചിലപ്പോൾ വിശന്ന് ഇരിക്കുവാണെങ്കിൽ കുഞ്ഞുങ്ങൾ എന്ത് കൊടുത്താലും കഴിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ അവര് വാശി പിടിക്കും. അപ്പൊ അതുപോലെ തന്നെ ഉറങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ഒന്നുമില്ല, എപ്പോഴും സ്ക്രീൻ ടൈം തന്നെയാണ്, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് ഉറക്കത്തിനെ അത് ബാധിക്കും. അപ്പൊ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട്, വൈകുന്നേരം സ്കൂൾ വിട്ട് വന്ന് എപ്പോഴും ഈ കളിയും പഠിത്തം തന്നെ ആയാലും, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കാതെ കളികളൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് ഉറങ്ങാനായിട്ടും പഠിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ് തോന്നും. അതുപോലെ നല്ലപോലെ ഉറങ്ങാനൊക്കെ ആയിട്ട് പറ്റും. അപ്പൊ കുഞ്ഞുങ്ങളെ കഴിവതും നിങ്ങൾ കളിപ്പിക്കാനായിട്ട് പുറത്തു വിടുക. ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് അവർക്കൊരു എക്സസൈസ് പോലെ ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ലാസ്റ്റ് വേണ്ടത് ഉറക്കമാണ്. നമ്മൾ ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഈ പറഞ്ഞ പോലെ കളികൾ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് മറ്റൊരു ഫാക്ടറും കൂടെ വേണം, ഉറക്കം. കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു 9 മണിക്കൂറെങ്കിലും കുറഞ്ഞത്, അത് അവരുടെ ഏജിനനുസരിച്ച്. ഒരു 5 വയസ്സിനും 13 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടിയാണെങ്കിൽ 9 മണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് ഉറങ്ങണം. അപ്പൊ ബാക്കി ടൈം സ്കൂളിലാണ് അവർക്ക്. അപ്പൊ ബാക്കി വീട്ടിൽ കിട്ടുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത് അവർക്ക് ഉറങ്ങാനുള്ള ടൈമാണ്. അപ്പൊ ആ കുഞ്ഞുങ്ങൾ ഉറങ്ങി എണീറ്റാൽ മാത്രമേ അവരുടെ ബ്രെയിൻ റീഫ്രഷ് ആകത്തുള്ളൂ. അതിനാണ് നമ്മൾ ഉറങ്ങാൻ പറയുന്നത്. ഒരു അടുത്ത ദിവസം അവർക്ക് നല്ലപോലെ അവർക്ക് ഒരു മൂഡ് വരണം, അതല്ലെങ്കിൽ നല്ലപോലെ എനർജി ഫീൽ ചെയ്യണം,
നല്ലപോലെ ഉറക്കം കിട്ടുവാണെങ്കിൽ അവർക്ക് അവരുടെ മൂഡ് ഓക്കെ ആകും, അവർക്ക് ഒരു എനർജി ഫീൽ ചെയ്യും, അവരുടെ ബ്രെയിൻ ഒന്നും കൂടെ റീഫ്രഷ് ആകും. ഈ രാത്രി ഉറങ്ങുന്ന സമയത്താണ് അവരുടെ കോശങ്ങളൊക്കെ നല്ല ആക്റ്റീവ് ആകുന്നതും പുതിയ കോശങ്ങളൊക്കെ ഉണ്ടാകുന്നതൊക്കെ നല്ല ഫുഡ് കഴിക്കുമ്പോഴും നല്ലപോലെ ഉറങ്ങുമ്പോഴൊക്കെയാണ്. അപ്പോൾ അവരുടെ ഹോർമോണൊക്കെ കറക്റ്റ് ആകും. അപ്പൊ അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കുക, അവർക്ക് അതിന് നല്ലപോലെ ഉറങ്ങണം എന്നുണ്ടെങ്കിൽ നല്ലപോലെ ഭക്ഷണങ്ങൾ കഴിപ്പിക്കുക, നല്ലപോലെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അപ്പൊ അവർക്ക് ഉറങ്ങാനുള്ള ഒരു മൂഡ് ഉണ്ടാവും. അപ്പൊ നല്ലപോലെ ഉറങ്ങിക്കഴിയുമ്പോൾ അവർക്ക് അവരുടെ പഠന മേഖലയിൽ നല്ലപോലെ ശ്രദ്ധിക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പം ന്യൂട്രീഷൻ വേണം, അതുപോലെ തന്നെ അവർക്ക് എക്സസൈസ് വേണം, അതുപോലെ ഉറക്കം വേണം. ഈ 3 കാര്യങ്ങളും കൂടെ വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലപോലെ പഠിക്കാൻ പറ്റുക. നല്ലപോലെ അവർക്ക് പഠിച്ചാൽ മാത്രമേ ഫ്യൂച്ചറിൽ അവർ നല്ലൊരു ഭാവിയിലെ വാഗ്ദാനങ്ങളായിട്ട് തീരുവാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഭക്ഷണത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സിൽജി. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഡൗട്ട്സ് ഒന്നും പ്രത്യേകിച്ചില്ല എന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയും നല്ലൊരു ക്ലാസ് പ്രസൻറ്റ് ചെയ്ത ഡയറ്റീഷ്യൻ ശ്രീമതി സിൽജിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു.